ഹലോ നമസ്കാരം, വെൽക്കം ടു രേഷ്മാസ് ഹാപ്പി ലാൻഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ നാടൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി അയല പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണിത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനൂടെ കൊടുക്കാനായിട്ട് മറന്നുപോലെ. അപ്പം നമുക്ക് സമയം കളയണ്ട, നേരെ വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഈ അയലയാണ് ഞാനിന്ന് പൊള്ളിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് സൈഡെല്ലാം ഇതുപോലെ വരഞ്ഞു വെച്ചിട്ടുണ്ട്, എങ്കിലല്ലേ ഉള്ളിലോട്ടൊക്കെ മസാല പിടിക്കത്തുള്ളൂ. അപ്പോൾ മസാല ഉണ്ടാക്കാം. അതിനായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും, ഇനി അതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസും കൂടി ചേർക്കാം. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാല കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടി ഞാൻ കുറേശ്ശെ വെള്ളം ചേർക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കരുത്, വളരെ കുറച്ച് മാത്രം വെള്ളം ചേർക്കുക. പിന്നെ ഈ മസാല ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മൾ അല്ലാതെ തന്നെ സെപ്പറേറ്റ് മസാല വെക്കുന്നതല്ലേ, അപ്പോൾ ഇതിൽ വളരെ കുറച്ച് മസാല മാത്രം മീനിന് മുകളിൽ പുരട്ടിയാൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് മസാലയും കൂടി വെക്കുമ്പോൾ മസാലയുടെ മാത്രം ഒരു കുത്തായി പോകത്തില്ലേ. അപ്പോൾ ഇങ്ങനെ വളരെ കുറച്ച് ചേർത്തിട്ട് പിന്നെ രണ്ടാമത് നമുക്ക് ആവശ്യത്തിന് മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് മസാലയുടെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മസാല എടുത്തിട്ടുള്ളത്. അപ്പോൾ മസാല നന്നായിട്ട് എല്ലായിടത്തും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു 6 അല്ലി വെളുത്തുള്ളിയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു പച്ചമുളകും, ആവശ്യത്തിന് കറിവേപ്പിലയും, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കണം. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നാടൻ രീതിയിലല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 20 കുഞ്ഞുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ സവോള എടുക്കാം, പക്ഷേ സവോളയെക്കാട്ടിയും കുറച്ചും കൂടി ടേസ്റ്റ് ഈ ചെറിയ ഉള്ളി തന്നെയാണ്. ചെറിയ ഉള്ളി ഞാനിവിടെ 2ആയിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഇതിന് മാത്രമല്ല, നമ്മൾ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഈ കുഞ്ഞുള്ളി മാത്രം വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന പാടേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് വൈസ് ആണെന്നുണ്ടെങ്കിൽ സവാളയെക്കാട്ടിയും ഏറ്റവും നല്ലത് തന്നെയാണ് ഈ കുഞ്ഞുള്ളി. അപ്പോൾ മടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ വെച്ച് ചെയ്യാനായിട്ട് നോക്കുക, നല്ല ടേസ്റ്റുള്ള മസാലയാണ്. ഇനി ഞാനിത് പെട്ടെന്നൊന്ന് കളർ ചേഞ്ച് ആവാൻ വേണ്ടി കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ആ മസാലയ്ക്ക് കേട്ടോ. നേരത്തെ അരച്ച് മാറ്റി ആ മസാല ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിരിക്കണം കേട്ടോ. കുറേശ്ശെ വെള്ളം ചേർത്തൊന്നും നല്ല പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു മസാലയുടെയൊക്കെ ഒരു കുത്തുമാറണ്ടേ, അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി മസാലയുടെ എല്ലാം പച്ചമണം മാറിയ ശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് ഈ മസാലയൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയുടെ അളവ് കൂട്ടാം കേട്ടോ. ഞാനിവിടെ നല്ല പുളിയുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. ആവശ്യത്തിന് വെള്ളം അതിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം, അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ അയല മാത്രമൊന്നുമല്ല, പൊള്ളിക്കാൻ പറ്റുന്ന ഏതൊക്കെ മീനുണ്ടോ അതെല്ലാം ഈ ഒരു മസാല വെച്ച് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. അപ്പോൾ ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് പൊള്ളിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ടൊന്ന് കുക്കായ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുപാടങ്ങ് കുക്കാവേണ്ട ആവശ്യമില്ല, ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മാത്രം മതി. ഇത് രണ്ടാമത് നമ്മൾ ഇലയിലൊക്കെ പൊതിഞ്ഞിട്ട് ഒന്നുകൂടി കുക്ക് ചെയ്യുന്നതല്ലേ, പൊള്ളിച്ചെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും കുക്കാവും. അതുകൊണ്ട് ഒരുപാട് ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ മീനിൽ ചേർത്ത ആ മസാല കറക്റ്റ് ആയിരുന്നു, എങ്ങും കരിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ ഓവറായിട്ട് നമ്മൾ മസാല ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ മസാലയുടെ ആ ഒരു കുത്തായി പോകും കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് മാത്രം മീനിൽ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മീൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഫ്രൈ ആയാൽ മാത്രം മതി കേട്ടോ.
ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് വാഴയില കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് ഒരു വാഴയിലേ കിട്ടിയിട്ടുള്ളൂ. അതിനടിയിൽ വെക്കാനും കൂടി ഒരു വാഴയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. പക്ഷേ ഞാനിവിടെ താഴെ ഉപയോഗിക്കുന്നത് അലൂമിനിയം ഫോയിലാണ് കേട്ടോ. ഇനി ഇതുപോലെ മസാലയെല്ലാം വെച്ച് നമുക്ക് ആ മീനും വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ തക്കാളിയും സവോളയൊക്കെ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്നോ അതുപോലെ ചെയ്തെടുക്കാം. അതിന് മുകളിലേക്കായിട്ട് ഒരു കറിവേപ്പിലയുടെ തണ്ടും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാഴയിലയിലേക്ക് നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും ഇത് തുറക്കുമ്പോൾ. അപ്പോൾ ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ രണ്ട് സൈഡ് കോർണർ രണ്ടും പിടിച്ച് നമുക്കൊന്ന് മടക്കി ഒരു വാഴയിലയുടെ നാര് കിട്ടുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അത് വെച്ചൊന്ന് കെട്ടിയെടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ പൊതി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് പൊതി വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ്, ഒരു സൈഡ് 7 മിനിറ്റ് വെച്ച് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൊതി ഒന്ന് അൺബോക്സ് ചെയ്യാം. അത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ്, പറയണ്ടല്ലോ. വാഴയിലയുടെയും ആ ഒരു മസാലയുടെയും കറിവേപ്പിലയുടെയൊക്കെ ഒരു മൊത്തത്തിലൊരു അടിപൊളി സ്മെല്ലാണ്. ആ സ്മെല്ലിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് എത്രത്തോളം ടേസ്റ്റി ആയിരിക്കുമെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൊള്ളിച്ച മീൻ. അപ്പോൾ വാഴയിലേക്ക് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടില്ലേ അതിൽ നിന്ന് ആവി പറക്കുന്നത്? ആ ആവിയിലൂടെ നല്ല ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലാണ് അതിൽ നിന്ന് വരുന്നത്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഇലയുടെയും മസാലയുടെയും മീനിൻ്റെ എല്ലാത്തിൻ്റെയും നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ഇലയുടെ കൂടെ കുറച്ച് കപ്പയും കൂടെ വേവിച്ചിട്ടുണ്ട്. അതും കൂടെ കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാൻ പോകുന്നത്. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ടുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ മീനൊന്നും ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മസാല എല്ലാം കൂടെ അതിൽ പൊത്തിയിരിക്കുന്നതുകൊണ്ട് മീൻ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.